ഹലോ, എൻ്റെ പേര് ഹൃദ്യ എസ് ബിജു. ഇത്തവണത്തെ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 202 റാങ്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ 2 അറ്റംപ്റ്റിലും എനിക്ക് ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഞാൻ കൺസിസ്റ്റൻ്റായി ചെയ്തിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ബേസിക്സ് എല്ലാം ഒരു ചെറിയ സമയത്തിനുള്ളിൽ കവർ ചെയ്യുക. ഒരു വൃത്തിയുള്ള നോട്ട്ബുക്ക് ഉണ്ടാക്കി വെച്ചു ബേസിക് കാര്യങ്ങൾ എഴുതി വെക്കുന്നതിന്. അതുപോലെ തന്നെ ഓരോ ടെസ്റ്റ് സീരീസും ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് മിസ് ഔട്ട് ആയി പോകുന്ന കാര്യങ്ങൾ, അതായത് ആൻസർ കീ വായിക്കുമ്പം എനിക്ക് മനസ്സിലാകാതിരുന്ന അല്ലെങ്കിൽ എനിക്ക് അറിയാതിരുന്ന കാര്യങ്ങളെല്ലാം ഞാനൊരു നോട്ടിനകത്തേക്ക് ചെറിയ ചെറിയ നോട്ട്സ് ആക്കി വളരെ ക്രിസ്പായിട്ട് എഴുതി വെച്ചു. അങ്ങനെ എക്സാമിൻ്റെ തലേ ദിവസം മിക്കവാറും ഞാൻ റിവൈസ് ചെയ്യുന്ന നോട്ട് ഇത് തന്നെയായിരിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സ് ഏതെങ്കിലും ഒരു മാഗസിൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അതിലെ ഓരോ മന്ത്, ഇപ്പോൾ മന്ത്ലി ചിലപ്പോൾ ഒരു 100 പേജൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കത് ക്രിസ്പാക്കി ഒരു 3-4 പേജിലേക്ക് ആക്കാൻ പറ്റും, നമ്മൾ കൃത്യമായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്താൽ. അപ്പം അങ്ങനെ വളരെ ക്രിസ്പായിട്ടുള്ള രീതിയിൽ പഠിക്കുമ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കൂടും. അതായിരുന്നു കണ്ടൻറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ. പിന്നെ ചില സ്പെസിഫിക് വെർട്ടിക്കൽസ് ഐഡൻറ്റിഫൈ ചെയ്തു. ഫോർ ഇൻസ്റ്റൻസ് പ്ലേസസ് ഇൻ ന്യൂസ്, അതുപോലെ മാപ്പിംഗ്, പിന്നെ നാഷണൽ പാർക്സ് തുടങ്ങിയ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് കാണാം. അപ്പോൾ അതിൽ PYQ വെച്ചിട്ട് അതിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലൊന്ന് മാത്രമായിരിക്കും ഒരു വർഷത്തെ ശരിയായ ആൻസർ, പക്ഷേ ബാക്കി 3 എണ്ണവും പിന്നീടുള്ള വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. അപ്പോൾ അങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കി ആ രീതിയിലും കണ്ടൻറ്റ് കവർ ചെയ്തു. ആൻഡ് ദെൻ ടെസ്റ്റുകൾ ഒരുപാട് എടുത്തു. അതിലെ മാർക്സിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തില്ല, പകരം തെറ്റിപ്പോയ സ്ട്രാറ്റജീസ് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്തു. പിന്നെ പ്രധാനമായിട്ടും ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന രീതിയിലേക്ക് ടൈം സ്ലോട്ട്സ് കുറച്ച് കൊണ്ടുവന്നു. ഞാൻ 4 മണിക്കൂറൊന്നും ഇരുന്ന് ഒരു കണ്ടന്റ് പഠിച്ചിരുന്നില്ല. കഴിയുന്നത് 1 മണിക്കൂർ 2 മണിക്കൂർ സ്ലോട്ടുകളാക്കിയിട്ട് പല ടോപ്പിക്സ് ഒരു ദിവസം പഠിച്ചു. കാരണം ഒറിജിനൽ പ്രിലിംസിന് നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻ എക്കണോമിക്സ് കഴിഞ്ഞാൽ അടുത്ത 5 ക്വസ്റ്റ്യൻ പോളിറ്റി ആയിരിക്കും. സോ ബ്രെയിൻ ആ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി. പിന്നെ ഈ പറയുന്നത് പോലെ ഉച്ചയ്ക്ക് 2:30 തൊട്ട് 4 വരെ CSAT ആ രീതിയിലാണ് ചെയ്തിരുന്നത്. CSATന് പിന്നെ പ്രത്യേകമായിട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ CSATലെ ഓരോ ടോപ്പിക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പറയുകയാണെങ്കിൽ അതിനകത്ത് തന്നെ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ സൊല്യൂഷൻ എഴുതി വെച്ചു. അത് ഈ ഒരു ഇൻ്റർവെല്ലിൽ, അതായത് GS1ൻ്റെയും GS2ൻ്റെയും ഇടയിൽ ഉള്ള ആ ഒരു ഗ്യാപ്പിൽ മൾട്ടിപ്പിൾ ടൈംസ് റിവേഴ്സ് ചെയ്യുമായിരുന്നു. അങ്ങനെ എക്സാം റെഡി ആയിട്ട് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. അതാണ് 2 വർഷങ്ങളിലും കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സക്സസ് അതിവിടെ ഉണ്ടാവാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.